ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ തഴ മുതൽ പാ വരെ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് കാണിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് തഴയർപ്പാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് പണ്ടത്തെ കാലത്തൊക്കെ ഇട്ട് ഇപ്പോഴും തഴയാണ് നിൽക്കുന്നത്. ഇന്ന് ഫുള്ള് തഴയർപ്പാണ് ചേച്ചി പറയാം. ഇന്നത്തെ വഴി ഫുള്ള് തഴയർപ്പാണ്. ഈ ഒരു ഇരുമ്പാണ് സ്പെഷ്യലായിട്ട് നമ്മൾ തഴ ഇറക്കാട് പോയി. നമ്മളിപ്പോൾ ഈ തഴയെല്ലാം കെട്ടിയതിനു ശേഷം അടുത്ത പ്രോസസ്സ് എന്താ? അടുത്തെന്താ ചെയ്യുന്നത്? പോന്തും. ഇതിന് മുള്ള് കളഞ്ഞെടുക്കും അല്ലേ? മുള്ള് കളഞ്ഞതിന് ശേഷം പിന്നെ കീറണം. കീറി എടുക്കണം. കീറിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് പുഴുങ്ങിയെടുക്കണം. അതിന് നല്ല രീതിയിൽ വെന്ത് അത് ഉണക്കണം. പിന്നെ വെള്ളത്തിലിടണം. പച്ചവെള്ളത്തിലിടണം. പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് അത് പിറ്റേന്ന് രാവിലെ ഊറ്റി ഒഴിക്കണം. പിന്നെ വീണ്ടും നല്ല വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 10-11 മണിയാകുമ്പം എടുത്ത് പുറത്തിടണം. ഉണക്കണം. പുറത്തിടണം. വെള്ളം തോരുമ്പം പിന്നെ നമ്മൾ അഴിച്ച് നിരത്തിയിടണം. നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അന്ന് ഉണങ്ങത്തില്ല, പിറ്റേന്നേ ഉണങ്ങത്തുള്ളൂ. പിന്നെ വേണം ഇത് നൂത്ത് നല്ല രീതിയിൽ ഉണക്കിയ ശേഷം നൂത്തെടുത്ത് പാ തുടങ്ങണം. നമുക്ക് എല്ലാ പ്രോസസ്സും ഈ വീഡിയോയിൽ കാണാം. നമ്മളെല്ലാം മുള്ള് കളയുന്ന തിരക്കിലാണ്. മുള്ള് തഴയുടെ മുള്ള് മാത്രമാണ് കളച്ചിട്ടേക്കാണ്. ഇപ്പൊ കൊണ്ടുവന്നത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. വെന്ത് കഴിഞ്ഞ തഴ പുറത്തെടുത്തിട്ട് വേണം അടുത്ത തഴ ഇടാനായിട്ട്. ഈ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യത്? പച്ചവെള്ളത്തിൽ, നല്ല ശുദ്ധ പച്ചവെള്ളത്തിൽ ഇട്ട് കഴുകണം. പുള്ളി കളയാനായിട്ട് നമ്മൾ വീണ്ടും വെച്ചേക്കും. തഴ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ്. ഇത് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുൾ വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഉണക്കാനായിട്ട് കൊണ്ടുപോവാണ്. 3 ദിവസം ഇതിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം അമ്മ അന്നേരത്തേക്ക് നല്ല വെള്ള കളർ കിട്ടും. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുങ്ങി ഉണക്കിയതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഇനി കാണാൻ പോകുന്നത്. നല്ല രീതിയിൽ ചുരുണ്ടത് എടുത്ത് വെച്ചിട്ട് വേണം. ഇതാണ് പാല് ഡബിൾ കെട്ട്. പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. പേഴ്സ്, ബാഗ്, സ്കൂൾ ബാഗ്, വൈൻ ബോട്ടിൽ, ഫയൽസ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ഇത് തഴകൊണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതെല്ലാമാണ് നമ്മൾ ഫൈനൽ കംപ്ലീറ്റഡ് ആയ നമ്മുടെ തഴപ്പായും മെത്തപ്പായും ഒക്കെ മറ്റു കുഞ്ഞുടപ്പ, കടുക്ക്, എല്ലാ ഐറ്റംസും. ഇതിൻ്റെ പല പ്രൊഡക്ട്സ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സൈസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം.